ഖിയാമത്ത് നാള് സംഭവിക്കുകയും വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യരെ അല്ലാഹു അർളുൽ മഹ്ശറിൽ കൊണ്ടുവന്ന് ഹാജരാക്കുകയും ചെയ്യുമ്പോൾ യൗമ നബഅതു ഫീ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം, ഓരോ സമൂഹങ്ങൾക്കും അവർക്കെതിരായി സാക്ഷി പറയാൻ അവരിൽ നിന്നൊരു പ്രവാചകരെ അല്ലാഹു നിയോഗിച്ചത് ആരെയോ ആ പ്രവാചകരെ അവർക്ക് സാക്ഷിയായി അല്ലാഹു വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ വജിനാ ബിക ഷഹീദൻ അലാ ഹൗലാ, മുഹമ്മദ് നബിയെ 6-ാം നൂറ്റാണ്ട് മുതൽ ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സർവ്വ മനുഷ്യർക്കും സാക്ഷി പറയാൻ അങ്ങേ അല്ലാഹു വിചാരണ നാളിൽ വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ ഭൂതവും വർത്തമാനവും ഭാവികാലവും എല്ലാം വ്യക്തമാക്കി തരുന്ന ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അങ്ങേക്ക് നാം അവതരിപ്പിച്ചു തന്നില്ലായിരുന്നുവോ? വഹുദൻ വറഹ്മ, വിശുദ്ധ ഖുർആൻ സന്മാർഗദർശനമായിരുന്നു. വറഹ്മ, അല്ലാഹുവിൻ്റെ കരുണയായിരുന്നു. വബുശ്റാ ലിൽ മുസ്ലിമീൻ, അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുമായിരുന്നു. ആ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് നൽകിയിരുന്നല്ലോ നബിയേ. എന്നിട്ട് ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ജനങ്ങളുടെ ഖുർആനിനോടുള്ള റെസ്പോൺസ് എന്തായിരുന്നു എന്ന് പരിശോധിക്കുവാൻ, അവർക്കെതിരെ സാക്ഷി പറയാൻ പ്രവാചകരെ തിരുമേനി അങ്ങയെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ, ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന ആയത്താണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യാൻ കൽപ്പിക്കുകയാണ്, അനീതി ചെയ്യരുത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നിങ്ങൾ ഓരോരുത്തരും നീതി സ്ഥാപിക്കാൻ വന്നവരാണ്, നീതിയുക്തമായി നീതിഭദ്രമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവരാണ്. വൽ ഇഹ്സാൻ, സർവർക്കും എല്ലാവർക്കും നന്മ ചെയ്യണമെന്നും അല്ലാഹു നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, കൽപ്പിക്കുന്നു. വഈതാഇദിൽ ഖുർബാ, നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ നോക്കണേ, സംരക്ഷിക്കണേ, അവർക്ക് നിങ്ങൾ നൽകണമേ എന്നും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. 3 വിഷയങ്ങൾ. ഒന്ന് നീതി ചെയ്യാൻ, രണ്ടാമത്തേത് ഇഹ്സാൻ, എല്ലാവർക്കും എല്ലാറ്റിനും സർവ്വതിനോടും സ്നേഹവും കരുണയും ദയാവായ്പും വാത്സല്യവും തലോടലും കരുതലും സർവ മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്ക് പോലും നീതി ചെയ്യാൻ, അവരോടൊക്കെ നന്മ ചെയ്യാൻ അല്ലാഹു എന്നോടും നിങ്ങളോടും കൽപ്പിച്ചിരിക്കുകയാണ്. ഇഹ്സാൻ ചെയ്യണം. ഇവിടെ അനീതിയല്ല, ദുൽമല്ല ചെയ്യേണ്ടത്, അതിക്രമമല്ല വേണ്ടത്, മനുഷ്യനെ തല്ലിക്കൊല്ലുകയല്ല വേണ്ടത്, മനുഷ്യന് ജീവൻ കൊടുക്കലാണ്, മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കലാണ്, ജീവജാലങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കലാണ് മനുഷ്യന്റെ ദൗത്യമെന്ന് വിശുദ്ധ ഖുർആൻ. എന്നെ പറഞ്ഞു വഈതാഇദിൽ ഖുർബ, നിങ്ങളൊക്കെ ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ്, നിങ്ങളൊക്കെ ഒരു കുടുംബമാണ്. സ്വന്തം കുടുംബത്തെ നിങ്ങൾ നോക്കണം, അവരെ നിങ്ങൾ കൈപിടിക്കണം. നിങ്ങളെക്കാളും സാമ്പത്തികമായി താഴെ, ആരോഗ്യത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തുടരുകയാണ്. വയൻഹാ അനിൽ ഫഹ്ശാ, അല്ലാഹു നിങ്ങളോട് നിരോധിക്കുകയാണ്, അരുത് എന്ന് പറയുന്നു. അനിൽ ഫഹ്ശാ, തിന്മകൾ ചെയ്യരുത്. മദ്യപാനവും വ്യഭിചാരവും അനാശാസ പ്രവണതകളും മയക്കുമരുന്ന് ലഹരികൾ, മോശപ്പെട്ട കാര്യങ്ങൾ, വൽ മുൻകർ, മനുഷ്യ ബുദ്ധിക്ക് തന്നെ തിന്മയാണെന്ന് തോന്നുന്ന എത്രയോ തിന്മകൾ, സ്വതസിദ്ധമായ മനുഷ്യന്റെ പ്രകൃതം പോലും മറച്ചു പോകുന്ന തിന്മകൾ, അത് ചെയ്യരുത്. മോശപ്പെട്ട വാക്കുകൾ പറയരുത്. വൽ ബഗി, നിങ്ങൾ ആരും ആരോടും അനീതി ചെയ്യരുത്, ആരും ആരെയും അതിക്രമിക്കുകയും അരുത്. യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ, അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് സാരോപദേശം നൽകുകയാണ്. ലഅല്ലകും തദക്കറൂൻ,
നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയാണത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ ഈ ആയത്തിറങ്ങിയപ്പോഴാണ് വഖഅൽ ഇസ്ലാമു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ഇസ്ലാം ആഴത്തിൽ ഇറങ്ങിയത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാറുണ്ട്. ഉസ്മാൻ, ഹൗ കം നിങ്ങളെപ്പോലെയുള്ള ഒരു ഇന്റലിജന്റ് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ, ഡോണ്ട് ലെറ്റ് ഇസ്ലാം ഓവർടേക്ക് യു, നിങ്ങൾക്ക് ഇസ്ലാം നഷ്ടമാവരുത്. നിങ്ങളെപ്പോലത്തെ ബുദ്ധിയുള്ള ആളുകൾ ഇസ്ലാമിനെ കണ്ട് ബോധിച്ചിട്ട് അത് സ്വീകരിക്കാതിരിക്കേ, അത്ഭുതമാണ് കേട്ടോ ഉസ്മാനെ. അങ്ങനെ നബി ഞങ്ങൾ പറയാം, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം, ഇസ്ലാമിലേക്ക് വരണം എന്ന് നബി ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആഗ്രഹമുണ്ട്. പക്ഷേ തങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു, ഉസ്മാൻ എന്നവരെ കാണുമ്പോഴൊക്കെ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സ്വഹാബിയെ, ആ സ്വഹാബി പറയാ, അള്ളാഹുവിൻ്റെ ഈ വചനം 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്, എന്നിട്ട് അള്ളാഹു അവസാനം യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ, അള്ളാഹു നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഓർമ്മ വരാൻ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ നന്മ ചെയ്യണം, നീതി ചെയ്യണം, നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ നോക്കണം. 3 കാര്യങ്ങൾ കൽപ്പിച്ചു. പിന്നെ പറഞ്ഞു, നിങ്ങൾ തിന്മകളിലേക്ക് പോകരുത്, ആശാസ്യമല്ലാത്ത ഒന്നും നിങ്ങൾ ചെയ്യരുത്, അനീതിയും അതിക്രമവും നിങ്ങൾ ചെയ്യരുത്. 3 കാര്യങ്ങൾ അള്ളാഹു ഉപദേശിക്കുകയാണ്. യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾക്ക് ഓർമ്മ വരണം. ഓർമ്മപ്പെടുത്തലുകൾ വിശ്വാസികൾക്ക് നല്ലതാണ്. അവര് റിമൈൻഡർ വരുമ്പോൾ അവർ ചിന്തിക്കുന്നവരാണ്, സ്വയം തിരുത്തുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിറങ്ങിയതിൽ പിന്നെയാണ് ഇസ്ലാം മഹാനവറുകളുടെ ഖൽബിലേക്ക് ആഴത്തിലിറങ്ങിയത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു. നാളെ നരകവാസികളായ ആളുകളെ അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നരകത്തിൽ കടന്നു എന്നതിന് വിശുദ്ധ ഖുർആൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തേ നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് നരകം കിട്ടാൻ കാരണമായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, അള്ളാഹുവേ ഞങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ല, അള്ളാഹുവേ ഞങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുമായിരുന്നില്ല ഞങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാതി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين كل نفس بما كسبت رهينة. ഓരോ ശരീരവും എന്താണോ ചെയ്തു കൂട്ടുന്നത് ആ തിന്മകളാൽ പണയപ്പെടുത്തപ്പെടുകയാണ് ചെയ്യുന്നത് നരകത്തിൽ. തിന്മകൾ ചെയ്തതിൻ്റെ പേരിൽ ഓരോ ശരീരവും ആ ശരീരം നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് ഉത്തരവാദികളാണ്. ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഈ അക്കൗണ്ടബിലിറ്റിയാണ്, ഉത്തരവാദിത്വ ബോധമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ ഉത്തരവാദികളാണ്. നമ്മുടെ കർമ്മങ്ങളാണ് നരകത്തിൽ നമ്മളെ പിടിച്ചു വെക്കുന്നത്. നമ്മുടെ തിന്മകൾക്ക് പകരം നമ്മുടെ ശരീരം പണയപ്പെടുത്തപ്പെടുകയാണ്. ഖുർആന്റെ ഭാഷ്യം അതാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ, നേർമാർഗത്തിന്റെ വലതുപക്ഷത്തിന്റെ ആളുകൾ ഒഴികെ. യമീൻ എന്ന് പറഞ്ഞാൽ വലതുപക്ഷം എന്നാണ്.
അത് ഇടത് വലതെന്ന് പറയുന്ന പക്ഷമല്ല, നന്മയുടെ പക്ഷത്തിനാണ്. അസ്ഹാബുൽ യമീൻ ഫീ ജന്നാതി യതസാഅലൂൻ. സ്വർഗലോകത്തേക്ക് എത്തുമ്പോൾ അവരുടെ കൂടെയുണ്ടായിരുന്ന, കൂടെ പഠിച്ച നാട്ടുകാരും അല്ലാത്തവരുമായ ആളുകളെ കുറിച്ച് അവർ ചോദിക്കും സ്വർഗലോകത്ത്. അനിൽ മുജ്രിമീൻ, തിന്മകളുടെ പക്ഷം ചേർന്ന് നിന്ന ആളുകളെ കുറിച്ച് അവർ ചോദിക്കും. മാ സലകകും ഫീ സഖർ, എന്തേ നിങ്ങൾ കത്തിയാളുന്ന തീജ്വാലകളാൽ നിറഞ്ഞ നരകത്തിലേക്ക് എന്തുകൊണ്ട് കടന്നു എന്ന് നരകവാസികളായ സ്വന്തം പരിചയക്കാരിലെ തിന്മകൾ ചെയ്തിരുന്നവരെ കുറിച്ച് സ്വർഗവാസികൾ അവരോട് ചോദിക്കും, എന്തേ നിങ്ങൾക്ക് നരകം നൽകപ്പെടാൻ കാരണം? ഖാലൂ, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയും നരകവാസികൾ, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, നിസ്കാരം ജീവിതത്തിന്റെ ഭാഗമായിരുന്നില്ല. തോന്നിയപ്പോ നിസ്കരിച്ചവരാണ്, നിസ്കാരം നിലനിർത്തിപ്പോന്നവരായിരുന്നില്ല. റമളാനുകൾ നിസ്കാരമുണ്ട്, റമളാൻ കഴിഞ്ഞാൽ നിസ്കാരമില്ല. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, സ്കൂളിലെത്തിയാൽ കോളേജിലെത്തിയാൽ നിസ്കാരം ഖളാ, ജോലിയുടെ പേര് പറഞ്ഞ് നിസ്കാരം ഖളാ, ജോലി തിരക്ക് കാരണം നിസ്കാരം നിർവഹിക്കാൻ പറ്റാത്തവർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. രണ്ടാമത്തെ കാരണം, ഞങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രവർത്തകന്മാർ വരുമ്പോൾ ഇതിന് ഞാനൊന്നും തരില്ല എന്ന് പറഞ്ഞവരായിരുന്നു ഞങ്ങൾ. അവർക്ക് അല്ല വേണമെങ്കിൽ അല്ല കൊടുക്കൂലായിരുന്നോ, നമ്മൾ എന്തിനാ ബക്കറ്റുമായി ഇറങ്ങുന്നത് എന്ന് ചോദിച്ച് പരിഹസിച്ചവർ. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു ഞങ്ങൾ. വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, അല്ലാഹുവിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടും സർക്കാസ്റ്റിക്കലി പരിഹാസ്യമായി ദീനിനെ ചിത്രീകരിച്ചുകൊണ്ടും നടക്കുന്ന ആളുകൾക്ക് ലൈക്കും ഷെയറും കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഞങ്ങൾക്ക്. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, വിചാരണയുടെ ഒരു നാൾ വരാനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നപ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തന്നപ്പോൾ, കുന്നാ നുകദ്ദിബ് വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, അങ്ങനെ ഒരു സംഗതി നടക്കാൻ പോകുന്നില്ല എന്ന് ആ കാര്യങ്ങൾ അറിയുമ്പോൾ കളിയാക്കി പറഞ്ഞവരായിരുന്നു ഞങ്ങൾ. ഹത്താ അതാനൽ യഖീൻ, മരണം വരുന്നത് വരെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലായിരുന്നു ഞങ്ങൾ ഇടം പിടിച്ചത്. മരണം വരുന്നത് വരെ മതനിരാസത്തിന്റെ പക്ഷത്തായിരുന്നു ഞങ്ങൾ നിലനിന്നത്. എന്നാൽ ആ യഖീനായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മറനീക്കി പരലോകത്തിന്റെ അവസ്ഥകളെ അല്ലാഹു കണ്ണിൽ കാണിച്ചു തരുന്ന മരണം ആസന്നമായപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി, ഞങ്ങൾ കേട്ടിരുന്നത് സത്യമായിരുന്നു എന്ന്. പക്ഷേ ഒരു തിരിഞ്ഞു നടത്തം, പക്ഷേ ഒരു പശ്ചാത്താപം, പക്ഷേ ഒരു പിറകോട്ടുള്ള ഒരു യാത്ര സാധ്യമാകാത്ത വിധം ഞങ്ങളുടെ മുമ്പിൽ ഇരുളടയുകയായിരുന്നു. ഞങ്ങൾക്ക് തിരിഞ്ഞു നടക്കാൻ സാധിച്ചില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യുന്ന ഒരാളും മതനിരാസത്തിന്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുകയില്ല. ശ്രദ്ധിക്കണേ, പടച്ചവനില്ല എന്ന് പറയുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ കിടക്കുന്ന ഒരാൾക്ക് പോലും ഒരു വിശ്വാസിയും ശഫാഅത്ത് ചെയ്യാൻ അവർക്ക് അർഹതയില്ല, അവർ ചെയ്യുന്നവരല്ല. ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ, മരണത്തിന്റെ മുമ്പ് തിരിഞ്ഞു നടക്കാൻ ഇനിയും അവസരമുണ്ട്. എന്താണ് സാരോപദേശം നൽകപ്പെടുമ്പോൾ അവർ മുഖം തിരിഞ്ഞു നടക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസിർ, കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ ബൽ യുരീദു കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുതാ സുഹഫൻ മുനശ്ശറ
كلا بل لا يخافون الآخرة كلا إنها تذكرة فمن شاء ذكره وما يذكرون إلا أن يشاء الله هو أهل التقوى وأهل المغفرة. അതുകൊണ്ട് സത്യവിശ്വാസികളെ നരകത്തിൽ കടക്കാൻ കാരണമായ കാരണങ്ങളെ പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ അവർ കാരണം പറയുന്നത് അവർ നിസ്കരിച്ചിരുന്നില്ല എന്നതിൻ്റെ കൂടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അവരാരും മുന്നോട്ട് വന്നവരായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ബലവും ശക്തിയും എത്ര വലുതാണ് എന്ന് സാന്ദർഭികമായി നമ്മൾ ഓർക്കണം. بسم الله الرحمن الرحيم كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. അള്ളാഹു മനുഷ്യരോട് ഉപദേശിക്കുകയാണ്, സാരോപദേശം നൽകുകയാണ്, ഉണർത്തുകയാണ്. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. മക്കൾക്ക് 15 വയസ്സ് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഉപ്പമാർ മരണപ്പെട്ടു പോകുന്നത്, മക്കൾ യതീമുകളാകുന്നത് കാരണങ്ങൾ പലതായിരിക്കാം. രോഗബാധിതനായി മരിക്കുന്ന ഉപ്പ, ആക്സിഡന്റിൽ മരിക്കുന്ന പിതാവ്, യുദ്ധങ്ങളിൽ മരണപ്പെടുന്ന പിതാക്കന്മാർ, കുഞ്ഞുങ്ങൾക്ക് തണൽ നഷ്ടമാകുമ്പോൾ അവർ യതീമുകളായി മാറുന്നു. അത് അല്ലാഹുവിന്റെ ഒരു തീരുമാനം. എന്നാൽ ആ ഒരു ഖളായിൽ തന്നെയും സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരം ആ ഒരു ഇബ്തിലായിൽ അല്ലാഹു ഒരുക്കി കൊടുക്കുകയാണ്. നിങ്ങൾ യതീമുകളെ ബഹുമാനിക്കുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. യതീമുകളാകുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മ വിധവയായിരിക്കും. വിധവയായ ഉമ്മമാരാണ് അവർ, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയവർ. നിങ്ങളവരെ സംരക്ഷിക്കുന്നില്ലല്ലോ എന്നല്ല ചോദ്യം, നിങ്ങളവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേ എന്നുമല്ല ചോദിക്കുന്നത്, നിങ്ങളവരെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല? നോക്കണം അല്ലാഹുവിന്റെ ചോദ്യം. ഒരു യതീമിനെ, അനാഥനായ ഒരു കുട്ടിയെ, ഒരു ബാലികയെ, വിധവയായ ഒരു പെണ്ണിനെ, ഒരു നിരാലംബരായ ഒരു വീട്ടുകാരെ നിങ്ങൾ സഹായിക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തേ അവരെ ബഹുമാനിക്കുന്നില്ലേ എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. ഒരു കുട്ടിക്ക് ഒരു വാപ്പ നഷ്ടമായാൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം പിന്നെ ഏറ്റെടുക്കേണ്ടത് ആരാണ് എന്ന് ശറഅ് ഒരാളെ കൃത്യമായി പറഞ്ഞിട്ടില്ല. കുട്ടിയുടെ വാപ്പ മരിച്ചാൽ വല്ലിപ്പയാണോ, വാപ്പയുടെ ജ്യേഷ്ഠനാണോ, അനുജനാണോ, അമ്മാവനാണോ, അളിയനാണോ, ഒന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഒരു കുട്ടിക്ക് ഒരു വാപ്പ നഷ്ടമായാൽ ഈ ഉമ്മത്തിലെ ആയിരക്കണക്കിന് വാപ്പമാർ ആ കുട്ടിക്ക് പകരമുണ്ടാവണം. ഒരാൾക്ക് പകരം ഒരാളായാൽ പോരാ. ഒരു വാപ്പയെ അല്ലാഹു കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്ക് പിന്നെ വാപ്പയുടെ സ്ഥാനം നൽകാൻ കഴിവുള്ള ആളുകൾ ഈ ഉമ്മത്ത് മുഴുവനാണ്. അതൊക്കെ ചില ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ഭാഗ്യം. യതീമുകളെ സംരക്ഷിക്കാൻ കഴിയുന്നവർ എത്ര ഭാഗ്യവാന്മാർ. മുക്കം മോയിമോൻ ഹാജിയെ കേട്ടിട്ടില്ലേ? വന്യവയോധികനാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വയനാടുണ്ട് ജമാൽ സാഹിബ്. വയനാട് മുട്ടിൽ യതീംഖാനക്ക് ജീവനാടിയായി പ്രവർത്തിക്കുന്ന ഒരു വന്യവയോധികനായ ഒരു മഹാനുഭാവൻ. ഞാൻ ആലോചിച്ചു പോകാറുണ്ട്, റബ്ബേ എത്ര ഭാഗ്യവാന്മാരാണവർ, എത്ര സൗഭാഗ്യം ചെയ്ത മനുഷ്യരാണവരൊക്കെ. നമ്മൾ കേൾക്കുന്ന കൊച്ചുനാള് മുതൽ യതീംഖാനകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യതീമായ മക്കളെ പോറ്റി വളർത്തി അതിൽ വിവാഹപ്രായം എത്തുമ്പോൾ അവരെ കല്യാണം ചെയ്തു കൊടുത്തയച്ച് ഒരു ദുന്യാവിലെ ഒന്നും ആഗ്രഹിക്കാതെ കയ്യിലുള്ള ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് യതീംഖാനകൾക്ക് ജീവൻ നൽകുന്ന എത്രയോ നല്ല മനുഷ്യർ. അള്ളാഹു ആരൊക്കെയാണോ
ഇത്തരം സൽകർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത്. അനാഥരായവർ, കണ്ണുകാണാത്തവർ, നിരാലംബരായവർ, വീട്ടിൽ പോലും നോക്കാൻ മക്കളില്ലാതെ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഹിമ എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ട് നമ്മുടെ തൊട്ടരികത്ത്. എത്രയോ ആളുകളുടെ സംഭാവനകളും എത്രയോ ആളുകളുടെ കണ്ണീരും ഒപ്പാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ നാടുകളിൽ വേറെയും പലത്. ഇത്തരം സംവിധാനങ്ങളെ സഹായിക്കുന്നത് അള്ളാഹുവിന് എത്ര ഇഷ്ടമാണെന്നറിയുമോ? കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ യതീമുകളെ ബഹുമാനിക്കുന്നില്ലയോ? വലാ തഹാളൂന അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന്മാരായ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ എന്തേ ആരെയും പ്രേരിപ്പിക്കാത്തത്? മിസ്കീന്മാർ, നമ്മൾ അറിയണം, ഫഖീറിനേക്കാളും സ്വൽപ്പം മിച്ചമുള്ള ആളാണ് ഒരു മിസ്കീൻ എന്ന് പറയുന്നത്. ഫഖീർ എന്നാൽ എല്ലാ നിലക്കും വഴിമുട്ടിയ ആളാണ്. മിസ്കീന്മാർ ചെറുതായെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നവരാണ്. അവർക്കൊന്നും ചെയ്യേണ്ടതില്ല എന്ന്, സഹായം ചെയ്യണ്ടയോ എന്ന് ആലോചിക്കുമ്പോഴേക്കും അവർക്കൊരു കുഴപ്പവുമില്ലല്ലോ എന്ന് പറഞ്ഞ്, എന്നാൽ അവരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന്, അവിടെ പുക ഉയരാതെ നല്ലൊരു ഭക്ഷണം കഴിക്കാതെ പട്ടിണി കൊണ്ട് മാനം മറക്കാൻ ഒരു മനുഷ്യനോട് കൈനീട്ടാതെ ജീവിക്കുന്ന അഭിമാനികളായ മിസ്കീനുമാർ നമ്മുടെ നാടുകളിലുണ്ട്. ഇമാം ശാഫിഈ തങ്ങൾ മിസ്കീനും ഫഖീറും തമ്മിലെ വ്യത്യാസം പറഞ്ഞെടുത്ത് സൂറത്തുൽ കഹ്ഫിലെ അമ്മസ്സഫീനതു ഫകാനത് ലിമസാകീൻ, ആ കപ്പല് മിസ്കീന്മാരുടെ കപ്പലായിരുന്നു എന്ന് പറഞ്ഞ ആയത്താണ് ഉദ്ധരിക്കുന്നത്. മിസ്കീന്മാർക്ക് കപ്പലുണ്ടാകാം, അവർക്ക് ബസ്സുണ്ടാവാം, അവർക്ക് നല്ല വീടുണ്ടാകാം, പക്ഷെ അവര് ദാരിദ്ര്യത്തിലാണ്. ജനങ്ങളുടെ മുമ്പിൽ വലിയ മറയുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മക്കൾ ഗൾഫിലാണ്, പക്ഷെ അവർക്ക് ജോലിയുണ്ടോ, അവർക്ക് വരുമാനമുണ്ടോ, അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊന്നും നാട്ടുകാർ നോക്കാറില്ലല്ലോ. 4 മക്കൾ ഗൾഫിലല്ലേ, അവർക്ക് എന്ത് സുഖമാണ് എന്ന് നമ്മൾ അങ്ങ് വിധി എഴുതി കഴിയും. ഒരുപക്ഷെ അവർ മിസ്കീന്മാരാണ്, ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീർ അനുഭവിക്കുന്നവരാണ്. ആ വീടുകളിലേക്ക് ഒരു നേരത്തെ അന്നം കിട്ടാതെ വിഷമിക്കുന്ന വീടുകൾ ഉണ്ടാകാം. എന്നാൽ ഫഖീറുമാർ, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവർ ഫഖീറാണെന്ന്. അവർക്ക് ഭക്ഷണം ഒരുപക്ഷെ ഏറെ കിട്ടുന്നുണ്ടാകാം. അവിടെ മക്കളെ വിവാഹം ചെയ്താൽ അടുത്തൊരു കുട്ടിയെ കെട്ടിക്കാനുള്ളത് മിച്ചം വന്നേക്കാം. ഒരു മിസ്കീൻ അങ്ങനെയല്ല. ഒരു മോളെ കല്യാണം കഴിച്ചാൽ മരണം വരെ കടക്കാരായി മാറുന്നവരായിരിക്കാം. അതുകൊണ്ട് മിസ്കീന്മാരെയും ഫഖീറുമാരെയും ഒരുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മുമ്പിൽ ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ, ജനങ്ങളുടെ മുമ്പിൽ വന്ന് കൈനീട്ടി ചോദിക്കുന്ന സ്വഭാവം അവർക്കില്ല. അങ്ങനത്തെ മിസ്കീന്മാരുണ്ട്, അവരെ നിങ്ങൾ സംരക്ഷിക്കണമേ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പ്രേരണയെങ്കിലും ചെയ്യണമേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു വതകുലൂന തുറാസ അക്ലൻ ലമ്മാ, നിങ്ങൾക്ക് ജോലി പലതാണല്ലേ. മിസ്കീന്മാരെ സഹായിക്കാനോ യതീമുകളെ സംരക്ഷിക്കുവാനോ വിധവകൾക്ക് സംരക്ഷണം നൽകാനോ സമയം കണ്ടെത്തേണ്ടതിനു പകരം വാപ്പയൊന്ന് കണ്ണു ചിമ്മിയാൽ, ഉമ്മയൊന്ന് കണ്ണു ചിമ്മിയാൽ അനന്തര സ്വത്തിന് വേണ്ടി അടിപിടികൂടാമെന്ന് ചിന്തിക്കുന്നവരല്ലയോ നിങ്ങൾ? അനന്തര സ്വത്ത് ഓഹരി വെക്കാനല്ലയോ നിങ്ങൾ വെപ്രാളം കൂട്ടുന്നത്? ഒരു മയ്യത്ത് ഖബറിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ആർക്കാണാവോ വീട്, ആർക്കാണ് റോഡിന്റെ സൈഡിലുള്ളത്, ആർക്കാണോ പീഡിക റൂം, ആർക്കാണ് ആ സ്ഥലം, ആർക്കാണ് ഇത് എന്ന് പറഞ്ഞ് അടിപിടിയായി. നിങ്ങൾ ഇങ്ങനെ വാപ്പമാർ, നിങ്ങളുടെ ഉമ്മമാർ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തിന് വേണ്ടി അടിപിടി കൂടുകയാണല്ലേ. അതിനു വേണ്ടിയാണല്ലേ നിങ്ങൾ സമയം കണ്ടെത്തുന്നത്, അതിനല്ലേ നിങ്ങൾ പിണങ്ങുന്നത്, ചോരബന്ധങ്ങൾ പോലും മുറിച്ചു മാറ്റുന്നത് 4 സെന്റ് ഭൂമിക്ക് വേണ്ടിയല്ലേ. മരിച്ചു പോകുമ്പോൾ 6 അടി മണ്ണിലേക്ക് 3 കഫംപുടയിൽ പൊതിഞ്ഞു കൊണ്ടുപോകപ്പെടുന്ന മനുഷ്യന് ഇവിടെ ഉപയോഗിക്കാൻ ആവശ്യത്തിലേറെ ഉണ്ടായിട്ട് പോലും സ്വത്തിന്റെ തർക്കം പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുന്ന എത്ര ബന്ധങ്ങളുണ്ട്. വാപ്പാക്ക് മക്കളോട്, മക്കൾക്ക് വാപ്പയോട് ബന്ധമില്ല. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ മുറുമുറുപ്പ്, ആങ്ങളെയും പെങ്ങളും തമ്മിൽ മിണ്ടിട്ട് കാലങ്ങളായി. എന്തേ? 2 സെന്റ് ഭൂമിക്ക് വേണ്ടി, 10 സെന്റിന് വേണ്ടി, 1/2 സെന്റിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, അനന്തര സ്വത്തിന് വേണ്ടി നിങ്ങൾ അടിപിടി കൂടുകയാണല്ലേ. സമ്പത്തിനോട് നിങ്ങൾക്ക് വല്ലാത്ത ആർത്തിയുണ്ടല്ലേ. ഖുർആനിന്റെ ചോദ്യം നോക്കണം.
21-ാം നൂറ്റാണ്ടിലേക്ക് അള്ളാഹു നമ്മുടെ മുഖത്തടിച്ചു പറയുന്ന പോലെ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, എന്റെ സ്വത്ത്, എന്റേത്, എന്റെ കാശ് എന്ന് പറഞ്ഞ് ഒരാൾക്കും ഒരു പാവപ്പെട്ടവനും അതിൽ അവകാശം ഇല്ല എന്ന് ചിന്തിക്കുന്ന വിധം സമ്പത്തിനെ നെഞ്ചിനോട് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലേ. കാശുണ്ട്, സമ്പാദ്യമുണ്ട്, എന്നാൽ ഒരു ദാനം ചെയ്യാൻ അവസരമില്ലാതെ മരിച്ചു പോകുന്ന എത്ര ഹതഭാഗ്യന്മാർ നമുക്കിടയിലുണ്ട്. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ സമ്പത്തിനെ വല്ലാതെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചല്ലേ. ഈ നന്മകൾ, പാവങ്ങളെ സഹായിക്കാനുള്ള സാഹചര്യം സമ്പത്ത് ചെലവഴിച്ചെങ്കിലല്ലേ ഉണ്ടാവൂ. നിഅമൽ മാലു സ്വാലിഹ് ഇൻദർ റജുലി സ്വാലിഹ്, നല്ല ഒരു മനുഷ്യന്റെ കയ്യിൽ എത്ര നല്ലതാണ് ഹലാലായ സമ്പത്ത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആളുകളുടെ സമ്പാദ്യങ്ങളിൽ പാവപ്പെട്ടവൻ അവകാശമുണ്ട് എന്നവർ ചിന്തിക്കുന്നവരാണ്. എത്ര ചെറിയ വരുമാനക്കാരാണെങ്കിലും, എത്ര ചെറിയ ശമ്പളക്കാരാണെങ്കിലും, കൂലിപ്പണി ചെയ്യുന്ന ആളാണ്, അയാൾ പോലും വിചാരിക്കരുത് സ്വതക്ക, അതൊക്കെ പല രാജ്യന്മാർക്ക് പറഞ്ഞതല്ലേ, അത് ഗൾഫുകാർക്ക് പറഞ്ഞതല്ലേ, അതൊക്കെ തോട്ടവും തൊടിയൊക്കെ ഉള്ളവർക്ക് പറഞ്ഞതല്ലേ, എനിക്കൊന്നും പറഞ്ഞതല്ലല്ലോ എന്ന് ഒരു കൂലിപ്പണി ചെയ്യുന്ന ആൾ പോലും ചിന്തിക്കരുതെന്നാണ്. അവർക്ക് എത്രയാണോ കഴിയുന്നത്, 5 രൂപയാണെങ്കിൽ അത് മതി, ചെയ്തേ പറ്റൂ. ഓരോരുത്തരും ചെയ്യേണ്ട ദൗത്യമാണ് ഖുർആനി പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ പുക്കൂത്ത് ഇങ്ങനെ ഒരു യുവജന കൂട്ടായ്മ ഉണ്ടായതിലും അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു മതപ്രഭാഷണ പരിപാടി ചെയ്യാൻ അവർ മുന്നോട്ട് വന്നതിലും നമ്മുടെ സഹോദര സമുദായങ്ങളിലെ നമ്മുടെ സുഹൃത്തുക്കൾ കയ്യും മെയ്യും മറന്ന് നമ്മുടെ റബീഉൽ അവ്വലിലൊക്കെ ഒരുപാട് സഹായങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനങ്ങളടക്കം നമ്മുടെ സഹോദര സമുദായ സുഹൃത്തുക്കൾ ചെയ്തു എന്നറിയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ഒരുമയും സ്നേഹവും നമ്മുടെ നാടുകളിൽ നിൽക്കുന്ന കാലത്തോളം നമ്മുടെ സമൂഹത്തിന് സമാധാനത്തോടെ, മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക് സർവ്വതിനും അന്തസ്സോടെയുള്ള ഒരു അസ്തിത്വം അള്ളാഹു നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടിൽ, നമ്മുടെ ഇന്ത്യയിൽ, ലോക രാജ്യങ്ങളിൽ എവിടെയൊക്കെ പ്രയാസങ്ങളും യുദ്ധങ്ങളും നടക്കുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹു സമാധാനവും സന്തോഷവും നീതിയും അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള സക്കീനത്തും ഇറക്കി അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു മുസ്ലിമായ സഹോദരൻ യാചിച്ചു നടക്കുന്നത് മദീനയിൽ കണ്ടപ്പോൾ, അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഒരു ജൂതനായ മനുഷ്യൻ മദീനയുടെ തെരുവുകളിൽ വല്ലതും തരണേ, എനിക്ക് ജീവിക്കാൻ പട്ടിണിയാണ്, എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കൈനീട്ടി നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ഖസാനയിലേക്ക് ആ മനുഷ്യന്റെ കൈപിടിച്ച് കൊണ്ടുപോയത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, മാ അൻസഫ്നാക് ഇൻ കുന്നാ അഖദ്നാ മിൻകൽ ജിസിയത ഫീ ശബീബതിക് തുമ്മ ളയ്യഅനാക ഫീ കിബരിക്. വൃദ്ധനായ വന്യവയോധികനായ അഹ്ലു കിതാബിൽപ്പെട്ട ഈ മനുഷ്യനോട് ഉമർ എന്നവർ പറയാൻ, നിങ്ങൾ ആരോഗ്യത്തിലുണ്ടായിരുന്ന കാലം നിങ്ങൾ ജിസിയ നൽകിയവരാണ്. ജിസിയ എന്ന് പറയുന്നൊരു സംവിധാനം ഇസ്ലാമിക ഗവൺമെന്റുകൾക്ക് കീഴിലുണ്ട്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ചില ആളുകളെങ്കിലും അതിനെ ശരിക്കും മനസ്സിലാക്കാറില്ല. എന്താണ് ജിസിയ എന്ന് പറഞ്ഞാൽ? ടാക്സ് എന്ന് നമുക്ക് തത്വത്തിൽ പറയാം. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭരണാധികാരി ഭരണം നടത്തുന്ന സ്ഥലത്ത് കഴിഞ്ഞ കാലങ്ങളിലെ നിയമം, ഒരു യുദ്ധമുണ്ടായാൽ മുസ്ലിമീങ്ങളിലെ മുഴുവൻ പുരുഷന്മാരും യുദ്ധത്തിന് പോകണമെന്നാണ്. പ്രായപൂർത്തിയായ മുഴുവൻ ആളുകളും. പട്ടാളമെന്ന ജോലിയില്ല, അത് ജീവിതത്തിൻ്റെ ധർമ്മമാണ്. എല്ലാവരും രാജ്യത്തിൻ്റെ ബോർഡർ കാക്കാൻ പോയിരിക്കണം, അതന്ന് നിയമമാണ്. ആ ഒരു നിയമം നടപ്പാകുമ്പോൾ മുസ്ലിമീങ്ങളല്ലാത്ത ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവന് വേണ്ടി, മുസ്ലിമീങ്ങളായ ആളുകൾ ജീവൻ കൊടുക്കാൻ വേണ്ടി യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ ഒരു അമുസ്ലിമിനും യുദ്ധത്തിന് പോവൽ നിർബന്ധമില്ല. അവരൊരിക്കലും അതിന് വിളിക്കൂല, അവരെ നിർബന്ധിക്കുകയും. അവർക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ ഒരു മുസ്ലിം പോയേ പറ്റൂ. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപങ്ങളെ 9 എണ്ണമായി നിബിധങ്ങൾ എണ്ണിയത് ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണത്തിൽ കാണാൻ കഴിയും. എത്രയാണ് നബിയെ കബീറത്തുകൾ, വൻപാപങ്ങളെന്ന് ഒരു സ്വഹാബി ഹബീബിനോട് ചോദിച്ചപ്പോ അവിടുന്ന് കൊടുത്ത മറുപടിയിൽ കാണാം,
യുദ്ധം നടക്കുമ്പോൾ ആരെങ്കിലും പിന്തിരിഞ്ഞോടിയാൽ അത് വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്. അങ്ങനെ യുദ്ധമുഖത്തേക്ക് രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടായാൽ, സുരക്ഷിതത്വത്തിന് ഭീഷണിയുണ്ടായാൽ മുസ്ലിമീങ്ങളായ പുരുഷന്മാർ മുഴുവൻ യുദ്ധത്തിലേക്ക് പോകണം. അവർ മുഴുവൻ കൊല്ലപ്പെട്ടേക്കാം, പക്ഷേ ഒരമുസ്ലിമും യുദ്ധത്തിലേക്ക് പോവേണ്ടതില്ല. അതിന് പകരം അവർക്ക് സംരക്ഷണം നൽകുന്നതിന് പകരം അവർ കൊടുക്കേണ്ട ഒരു കരമാണ്, ഒരു ഫീസാണ് ജിസിയ എന്ന് പറയുന്നത്. അവർക്ക് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം, എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതത്വം മുസ്ലിം ഭരണത്തിന്റെ കീഴിലുണ്ടാകും. പക്ഷെ അവർ കൊടുക്കേണ്ടത് അതിന് നിശ്ചിത തുക അവര് ജിസിയ കൊടുക്കണം. എന്തിനെന്നറിയോ? അവരുടെ ജീവന് മുസ്ലിമീങ്ങൾ ജീവൻ കൊടുത്ത് സംരക്ഷണം കൊടുക്കുന്നതിന് പകരമാണത്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ അഹ്ലി കിതാബിൽപ്പെട്ട ജൂതനെ വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞ വാക്കുണ്ട്, മാ അൻസഫനാക്, നിങ്ങളോട് ഞങ്ങൾ നീതി ചെയ്തില്ലല്ലേ? നിങ്ങളുടെ യൗവനകാലം നിങ്ങൾ ഞങ്ങൾക്ക് ജിസിയ തന്നവരാണ്. ആ ജിസിയ ഞങ്ങൾ സ്വീകരിച്ചു. പക്ഷേ നിങ്ങൾക്ക് വാർദ്ധക്യമുണ്ടായപ്പോ നിങ്ങൾക്ക് ജീവിക്കാൻ വകയില്ലാതെ ആയല്ലേ, നിങ്ങൾ ബുദ്ധിമുട്ടിയല്ലേ, നിങ്ങൾക്ക് യാചിക്കേണ്ട ഗതികേട് വന്നോ? മഹാനവറുകൾ പറഞ്ഞു, ആ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ബൈത്തുൽ മാലിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ ഖസാനയിൽ നിന്ന് ഈ ജൂതന് കൊടുക്കണമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടുകൊണ്ടൊരു കാര്യം പറഞ്ഞു. ഇതൊരു അമുസ്ലിമിന്റെ മാത്രം വിഷയമല്ല. ലൗമാത ജമലുൻ ദുയാഅൻ അലാ ഷത്തുൽ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദി ഒഴുകുന്ന നാടുകൾ, ഇറാഖിലൂടെ കടന്നു പോകുന്ന നദിയാണ് യൂഫ്രട്ടീസ് നദിയുടെ ഓരത്ത് ഏതെങ്കിലും ഒരു ഒട്ടകമെങ്ങാനും കാലിടറി വീണുപോയാൽ ലഖശീതു അൻ യസ്അലനി അല്ലാഹു അൻഹു, ഉമറേ, ആ ഒട്ടകത്തിന്റെ കാല് ഇടറി വീഴാൻ മാത്രം, ഒട്ടകത്തിന് നടന്നു പോകാനുള്ള വഴി എന്തുകൊണ്ട് നിങ്ങൾ ശരിയാക്കി കൊടുത്തില്ല എന്ന് അള്ളാഹു നാളെ എന്നോട് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു മനുഷ്യന്റെ വിഷയത്തിൽ മാത്രമല്ല, ജീവജാലങ്ങൾക്ക് പോലും സൗകര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ, അവരുടെ ജീവന് ഭീഷണിയാകുന്ന വിധം സാഹചര്യങ്ങളെ സുരക്ഷിതമാക്കി കൊടുത്തില്ല എങ്കിൽ, അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ഇടങ്ങളിൽ എൻ്റെ നോട്ടമെത്തിയില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഉമർ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് ഈ ജൂതനായ വൃദ്ധനായ മനുഷ്യന്റെ കൈപിടിച്ചു കൊണ്ടുപോയി, ഇനി നിങ്ങൾ യാചിക്കരുത്, ഇനി നിങ്ങൾ കൈനീട്ടരുത്, നിങ്ങളുടെ അഭിമാനം വലുതാണ്, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ റേഷൻ മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയിരിക്കുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ആരാണോ നിങ്ങളെ ഏതെങ്കിലും ഒരു വിഷയം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്, ആ വിഷയത്തിൽ വിശ്വാസവഞ്ചന നടത്തരുതെന്നും, വഇദാ ഹകംതും ബൈനന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി പറയുകയാണെങ്കിൽ, അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നിങ്ങൾ നീതിയുക്തമായിട്ടേ വിധി പറയാൻ പാടുള്ളൂ. നിങ്ങളുടെ മറുപക്ഷം ആരാണെങ്കിൽ പോലും, നിങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും, നിങ്ങൾ ആ ശത്രുവിനെ ശത്രുവായല്ല കാണേണ്ടത്, നീതിയുടെ കണ്ണിലൂടെ കാണണം. ആർക്കാണ് അവകാശമെങ്കിൽ ആ അവകാശമാണ് നിങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടത്. നീതിയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അലി റളിയല്ലാഹു തആല അൻഹും ഒരു ജൂതനായ മനുഷ്യനും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വിധി പറയാൻ വേണ്ടി, വിധി കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അന്ന് ഖലീഫയാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫയാണ് അന്നത്തെ ജഡ്ജ് തന്നെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ അന്നത്തെ ഒരു നിയമമുണ്ട്, വാദിയും പ്രതിയെയും കോടതി ഒരു ബെഞ്ചിലാണ് ഒരുമിച്ചാണ് ഇരുത്തുക, എന്നിട്ടാണ് വാദം കേൾക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ജൂതനോടും അലി റളിയല്ലാഹു അൻഹുവിനോടും അവരുടെ വാദം കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് ബെഞ്ചിലിരിക്കണം എന്ന് പറഞ്ഞപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ യാ അലി എന്ന് വിളിക്കേണ്ടതിന് പകരം യാ അബൽ ഹസൻ, ഹസൻ എന്നവരുടെ ഉപ്പയെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ് ഹസൻ, ഹുസൈൻ, രണ്ടുപേര്. അതിൽ ഹസൻ എന്നവരുടെ പേര് പറഞ്ഞ് യാ അബൽ ഹസൻ,
അബുൽ ഹസൻ എന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ലഖബ് പേരാണ്, അവരുടെ സ്ഥാനപ്പേരാണ്, അവരുടെ കുഞ്ഞത്താണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ യാ അബൽ ഹസൻ, ഹസൻ എന്നവരുടെ വാപ്പയെ, അത് സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണത്. സ്വന്തം പേര് വിളിക്കുന്നതിന് പകരം മുതിർന്ന ആൺകുട്ടിയുടെ പേരിലേക്ക് ചേർത്തിയിട്ട് ആ മോന്റെ ഉപ്പ എന്ന് പറയുന്ന രീതി നമ്മുടെ മലയാളത്തിലൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അറബികളിൽ അത് സുലഭമാണ്. യാ അബൽ ഹസൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുവന്നു തുടുത്തു ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലിയാരെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഷ്ടക്കുറവ് തോന്നിയോ? ഈ ജൂതന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചു. അലി തങ്ങൾ പറഞ്ഞു, ഇതിനെന്താ, എനിക്ക് ഒരു ഇഷ്ടക്കുറവില്ല. പക്ഷേ എന്നെ ദേഷ്യം പിടിപ്പിച്ചത് നിങ്ങൾ എന്തിനാണ് എന്നെ അബുൽ ഹസൻ എന്ന് വിളിച്ചത്? ഹസന്റെ വാപ്പ എന്ന് വിളിക്കുന്നത് സ്നേഹത്തോടെ വിളിക്കുന്ന പേരല്ലേ? ഞാനിവിടെ പ്രതിയാണ്, ജൂതൻ വാദിയാണ്, അല്ലെങ്കിൽ ഞാൻ വാദിയാണ്, അദ്ദേഹം പ്രതിയാണ്, അദ്ദേഹം ഒരു അന്യമതസ്ഥനാണ്. ഞാനും ഇയാളും നീതിക്ക് വേണ്ടി നിങ്ങളുടെ കോടതിയിലേക്ക് വരുമ്പോ ഞാനും നിങ്ങളും ചങ്ങാതിമാരാണ്, അത് വേറെ വിഷയം. ഈ മനുഷ്യൻ വിചാരിച്ചു പോകില്ലേ, ജഡ്ജിയുടെ സുഹൃത്താണ് എന്റെ പ്രതി, അതുകൊണ്ടല്ലേ അബുൽ ഹസൻ എന്ന് വിളിക്കുന്നത്. യാ അലി ഇജ്ലിസ് മാ ഖസ്മിക്, അലിയാരെ, നിങ്ങളുടെ പ്രതിയോഗിയുടെ കൂടെ നിങ്ങൾ ഇരിക്കണമേ എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾ എന്നെ അബുൽ ഹസൻ എന്ന് വിളിച്ചല്ലേ, എനിക്കത് ഇഷ്ടമായിട്ടില്ല. ഈ മനുഷ്യൻ എന്താ വിചാരിക്കുക? അയാൾ വിചാരിക്കൂലേ, ഈ ജഡ്ജി ഇയാളുടെ സുഹൃത്താണ്, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഈ കോടതിയിൽ നീതി ലഭിക്കില്ല എന്ന് ആ മനുഷ്യൻ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കൂലേ? അതുകൊണ്ട് ഉമറേ, അബുൽ ഹസൻ എന്ന് എന്നെ വിളിച്ചത് ശരിയായില്ല, എനിക്കതിൽ നിങ്ങളോട് പ്രതിഷേധമുണ്ട് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഇസ്ലാം. ഈ നീതിയുടെ പാഠങ്ങളൊക്കെ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയേണ്ടതുണ്ട്. ഈ ഒരു മനോഹരമായ ദീനിന്റെ ചിത്രം അലി റളിയല്ലാഹു അൻഹു ഒരൊറ്റ കാര്യം പറഞ്ഞത്, എന്തിനെന്നെ അബുൽ ഹസൻ എന്ന് ഇവിടെ നിന്ന് വിളിച്ചു? അതിവിടെ വിളിക്കേണ്ട പേരല്ല, കോടതിയുടെ ഉള്ളിലല്ല നിങ്ങളത് വിളിക്കേണ്ടത്, അത് കോടതിക്ക് പുറത്ത് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ചങ്ങാതിമാരാണ്. പക്ഷേ കോടതിയിൽ എനിക്കൊരു സ്ഥാനം കൂടുതൽ ആ മനുഷ്യനേക്കാൾ നിങ്ങൾ നൽകുമ്പോൾ ആ മനുഷ്യർ തെറ്റിദ്ധാരണ വരൂലേ? അതിൽ അത്ഭുതം എന്താണെന്നറിയോ? ഈ കേസിൽ വിധി പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെതിരായിരുന്നു വിധിയുണ്ടായത് എന്നത് മറ്റൊരു സത്യമാണ്. പക്ഷേ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യണമെന്ന് ഉപദേശിക്കുകയാണ്. വൽ ഇഹ്സാൻ, നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം, നന്മകൾ ചെയ്യണം. വഈതാഇ ദിൽ ഖുർബാ, നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ നിങ്ങൾ കൂടെ നിർത്തണം, അവർക്ക് നിങ്ങൾ നൽകണം, അവരെ സഹായിക്കണം. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വ്യഭിചാരത്തിലേക്ക്, മദ്യപാനത്തിലേക്ക്, തിന്മകളിലേക്ക്, മയക്കുമരുന്ന് ലഹരികളിലേക്ക് നിങ്ങൾ പോകരുത്. വൽ മുൻകർ, വെറുക്കപ്പെടുന്ന സ്വഭാവങ്ങൾ ഒന്നും ചെയ്യരുത്. വൽ ബഗി, നിങ്ങൾ ആരോടും അനീതി ചെയ്യുകയും അരുത്. യഇലുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടി അല്ലാഹു നിങ്ങളെ സാരോപദേശം ചെയ്യുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എത്ര മനോഹരമാണ് അല്ലാഹുവിൻ്റെ വചനങ്ങൾ. ഇതാ, നമുക്ക് നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമുണ്ട്. നമ്മുടെ വളണ്ടിയർമാർ ബക്കറ്റുമായിട്ട് നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണേ. ഇനി ഞാനത് ആഴത്തിൽ ഇനി ഊന്നി പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഉമ്മമാരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പൊരുത്താണെങ്കിൽ, നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ താല്പര്യമുള്ളത്, ഈ സദസ്സിനോളം പുണ്യമായൊരു ലക്ഷ്യം വെക്കുന്ന മറ്റൊന്ന് നമുക്കിവിടെ മുമ്പിലില്ല. അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണേ. നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശങ്ങളെ അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു അത് സഫലമാക്കി തരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. നിങ്ങൾക്കൊരു ഉന്മേഷവുമായി നമ്മുടെ കുട്ടികൾ വരുമ്പോഴേ ആ പേഴ്സൊക്കെ ഒന്ന് എടുക്കാനൊരു സൗകര്യമായി. ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കി. കൈ പൊക്കിയിട്ട് ഒരു 2-3 കുടച്ചിൽ കുടഞ്ഞ് കാലൊക്കെ ഒരല്പം ഒന്ന് ഇളകി ഒരു കുടച്ചിലൊക്കെ കുടഞ്ഞ് ഒന്ന് ഊര് വലിയാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊര് വലിഞ്ഞ് ഒന്ന് റാഹത്തിൽ ഇരുന്നോളി. അൽഹംദുലില്ലാ. ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. നല്ലൊരു മഴ പെയ്തു മഗ്‌രിബിൻ്റെ സമയത്ത് അല്ലേ. ആ കുട്ടിമാക്കൊക്കെ ഒന്ന് പേടിച്ചു എന്താവും. എനിക്ക് തോന്നി നന്നായത് ഈ പന്തലിടുമ്പോൾ കുട്ടിമാക്ക് പറഞ്ഞു 5000 ആക്കിയിരിക്കാനുള്ള പന്തൽ. ഞാൻ തമാശക്ക് പറഞ്ഞു അപ്പോൾ ഒരു മഴയൊക്കെ പെയ്താലേ ഇത് മുതലാവുള്ളൂ, അല്ലെങ്കിൽ പന്തലിട്ട് വെറുതെ പോയി തോന്നൂലേ. അൽഹംദുലില്ലാ മഴ പെയ്തു, കാലാവസ്ഥയൊക്കെ തണുത്തും ചെയ്തു, നമുക്ക് റാഹത്തിലിരിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഈ പന്തലിൻ്റെ താഴെ ഇങ്ങനൊരു കാലാവസ്ഥ തണുത്തില്ല എങ്കിൽ ഇരിക്കാൻ വലിയ പ്രയാസമായിരിക്കും അല്ലേ. അൽഹംദുലില്ലാ നല്ല എയർ കണ്ടീഷൻ ചെയ്ത പോലെയുള്ളൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പന്തൽ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഒരു കുടുംബമുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളെ പടച്ചതമ്പുരാൻ അറിയുന്നവനാണ്. അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. അവരുടെ ഉദ്ദേശങ്ങളെ റബ്ബ് സഫലമാക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ ഗുണം അള്ളാഹു നൽകട്ടെ. മരിച്ചുപോയുടെ ഖബറിലേക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിൽ, കുടുംബത്തിൽ, മക്കളിൽ അള്ളാഹു അവർക്ക് നന്മ ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മുടെ കുട്ടിമാക്കാൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഞങ്ങൾ ഒരുമിച്ച് മസ്ജിദുൽ അഖ്സ ഒരു യാത്രയിലുണ്ടായിരുന്നു. അബൂബക്കർ ഫൈസി ഉസ്താദ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു വലിയൊരു ട്രാജഡി ഉണ്ടായി ഈജിപ്തിൽ വെച്ച്. ഞങ്ങളെ കൂടെ വന്നൊരു ഉമ്മയെ കാണാതെയായിപ്പോയി. ഉമ്മനെ കാണുന്നില്ല. ഉമ്മയെ ബസ്സിൽ നിർത്തിയതാണ്. പ്രായമുള്ള ഉമ്മയാണ്. ഉമ്മക്ക് മലയാളമല്ലാതെ ഒന്നും അറിയില്ല. ഞങ്ങൾ ഫിറഔന്റെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി മ്യൂസിയത്തിലേക്ക് കയറി വന്നപ്പോഴേക്കും ഉമ്മനെ കാണാനില്ല. ഈ കൈറോ നഗരത്തിൻ്റെ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലം. സർവ്വ CCTV നോക്കി, പോലീസുകാർ മുഴുവൻ ഓടി നടന്നു. സർവ്വ മോർച്ചറിയിൽ വരെ ഞങ്ങൾ നോക്കി. ഹോസ്പിറ്റൽ മുഴുവൻ ചെക്ക് ചെയ്തു. ഉമ്മക്ക് വല്ലതും സംഭവിച്ചോ? പ്രായമുള്ള ഉമ്മയായിരുന്നു. എറണാകുളത്തിൽ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ഉമ്മയാണ്. അള്ളാഹു ആ ഉമ്മാക്കും നമ്മുടെ സുഹൃത്തിൻ്റെ വാപ്പാക്കും അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ ഉമ്മ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഉമ്മാക്ക് ചെറിയൊരു മരുന്ന് കുടിക്കേണ്ടതുണ്ടായിരുന്നു, മെഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഉമ്മ അത് കുടിച്ചിട്ടില്ലായിരുന്നു. ഷുഗറുണ്ട്. 2 മണിക്കൂർ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ട് ഉമ്മ ക്ഷീണിച്ചു പോവണ്ട എന്ന് വിചാരിച്ച് ഉമ്മയോട് ബസ്സിലിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആ ഉമ്മ നടന്ന് 4-5 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട്. അതും 4 കവലകൾ. ഈജിപ്ത് അറിയാലോ, ഭയങ്കര തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷ കാണുന്ന സ്ഥലമാണത്. ഇഷ്ടംപോലെ തുക്തുക്കുന്നവർ പറയാം. ഓട്ടോറിക്ഷയും വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളും തിങ്ങി നിറഞ്ഞ 4 കവലകളാൽ നിറഞ്ഞ ഈജിപ്തിൻ്റെ ഹൃദയഭാഗം, ഖൈറോയുടെ ഹൃദയഭാഗം. ഞങ്ങളൊക്കെ പേടിച്ച് ഉച്ചയ്ക്ക് ഞങ്ങളാരും ഭക്ഷണം കഴിച്ചില്ല. ആ ഉമ്മയെ തിരഞ്ഞു കിട്ടുമ്പോഴേക്കും 4 മണിക്കൂർ എങ്ങാനും കഴിഞ്ഞിട്ടുണ്ട്. ആരും ഭക്ഷണം കഴിച്ചില്ല. ഈ ഉമ്മ ഭക്ഷണം കഴിക്കാതെ എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടാവോ? അത് വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല. അതിനാരോടും ചോദിക്കാനും അറിയില്ല. ഈ ഉമ്മയെ എവിടെ ചെന്ന് തിരയും? റോഡും നഗരങ്ങളും. അപ്പോഴാ കുട്ടിമാക്കാൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം നമ്മുടെ പ്രവർത്തകർ ഞങ്ങളുടെ ഇറങ്ങി തിരയാൻ പോവാണ്. അബൂബക്കർ ഉസ്താദ്, ഫൈസി ഉസ്താദ് ഒരു ദിക്റും ചൊല്ലിയിട്ട് ഒരു ഫാത്തിഹ ഓതി യാസീൻ ഓതാനും പറഞ്ഞ് അല്ലേ, മാഷാ അള്ളാഹ് അങ്ങോട്ട് തിരച്ചു തുടങ്ങി. കുട്ടിമാങ്കി ടീമും ഒരൊറ്റ പോക്ക് പോയി. അതായത് ഒരു സിഗ്നൽ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോയി. പിന്നെ ഉമ്മ റൈറ്റ് പോയിരിക്കുക, ലെഫ്റ്റ് പോയിരിക്കുക, ബാക്കോട്ട്, അതൊക്കെ ഉണ്ട്, സാധ്യത ഉണ്ട്. പക്ഷെ അവരങ്ങ് മുന്നോട്ട് തന്നെ പോയി. ഒരുപാട് കവലകൾ കഴിഞ്ഞ് കിലോമീറ്റർ അപ്പുറത്തെത്തി. അള്ളാഹു തോന്നിപ്പിക്കുകയാണ്. ആ ഉമ്മണ്ട് അവിടെ ഏതോ ഒരു ടാക്സിക്കാരനോട് ഇങ്ങനെ കഴുത്തിൽ അൽഹിന്ദിൻ്റെ മാലുണ്ട്. അപ്പോഴാ തിരിച്ചറിയണത്, റബ്ബേ അമ്മ ഈ ഉമ്മാനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ടാക്സിക്ക് വിളിച്ച് കൊണ്ടുവന്നു. ആ വലിയ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ് ഈ കുട്ടിമാക്ക. അപ്പം അന്ന് കുട്ടിമാക്ക പറഞ്ഞില്ലേ നമ്മളെ നാട്ടിൽ ഒരു വേളതിന് വരണേ. സംഭവം കഴിഞ്ഞിട്ട് 4 കൊല്ലം 5 കൊല്ലം. മാഷാ അല്ലാഹ് ഇപ്പോഴാണ് അതിന് അവസരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുട്ടിമാൻകായുടെ ആ ഒരു ചുറുചുറുക്ക്, അവരുടെ നേതൃത്വത്തിൽ വലിയൊരു, എല്ലാവരും കരച്ചിലായിരുന്നു. ആരും ഭക്ഷണം കഴിച്ചില്ല. അന്ന് രാത്രി നൈൽ ക്രൂയിസ് ഉണ്ട്. ആരും പറഞ്ഞു ഞങ്ങളൊന്നും ബോട്ടിനില്ല. എന്ത് ബോട്ട്, ഉമ്മാനെ കാണാമല്ലോ. എല്ലാവരും കരച്ചിലാണ്. ഉമ്മൻ്റെ മക്കളുണ്ട്, മരുമകളുണ്ട്, കുട്ടികളുണ്ട്, വേറെ കുട്ടികളൊക്കെ കരച്ചിലാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ആ നഗരത്തിൻ്റെ തിരക്കിനിടയിൽ നിന്ന് ആ ഉമ്മയെ കണ്ടുകിട്ടിയത് ഇപ്പോഴും മറക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ സാധ്യത വളരെ വളരെ കുറവാണ്.
കാരണം ആ ഉമ്മ എങ്ങോട്ടും തിരിഞ്ഞു പോകാം. ഒരടി നടക്കാൻ പറ്റാതെ ഈ ഉമ്മ 4 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട് ഒറ്റയ്ക്ക്. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു അല്ലാഹു അഅലം. ഉച്ചക്ക് 2 മണിക്ക് തുടങ്ങിയ തെരച്ചിൽ ഒടുവിൽ ആ ഉമ്മയെ കിട്ടുന്നത് വൈകിട്ട് മഗ്രിബും കഴിഞ്ഞ് 7-7:30 മണിക്കാണ് ഉമ്മയെ കിട്ടി എന്ന ഒരു ന്യൂസ് കിട്ടുന്നത്. യാ അല്ലാഹുവേ. അപ്പോൾ അവിടെ തന്നെ കുട്ടിമാൻക പ്രോആക്റ്റീവാണ്. ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നു എന്നൊരൊറ്റ വിഷയമുള്ളൂ. കുട്ടിമാൻക ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. അവരങ്ങ് ഇറങ്ങി. പോലീസും പട്ടാളം ഒക്കെ തിരയുന്നുണ്ട്. എല്ലാവർക്കും വിവരം കൊടുത്തു ഇങ്ങനെ ഒരു ഉമ്മയെ മിസ്സിങ് ആണ്. പക്ഷേ മാഷാ അല്ലാഹ്, ഭക്ഷണം കഴിക്കാതെ വയറൊട്ടിയ ആ ഒരു ശരീരവുമായി അന്ന് കുട്ടിമാങ്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ തെരഞ്ഞ തെരച്ചിലും ആ ഒരു ത്യാഗവും മറക്കാൻ കഴിയില്ല. അള്ളാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ പുക്കൂത്ത് പ്രദേശം. ഇവിടുത്തെ സുമനസ്സുകളുടെ ഈ സാന്നിധ്യവും നിങ്ങളുടെ മുഖങ്ങളിലെ ഈ ഒരു പുഞ്ചിരിയും കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും എന്തെന്നില്ലാത്തൊരു ആത്മനിർവൃതിയുമുണ്ട് എന്ന് ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളെ പറഞ്ഞറിയിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ സർവ്വ അനുഗ്രഹവും ഈ നാടിന്, നമ്മുടെ നാടുകൾക്കൊക്കെ അല്ലാഹു നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഫഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബദർ യുദ്ധം നടക്കുമ്പോൾ സവാദ് ഇബ്നു ഗസിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികത്തുകൂടെ തങ്ങള് സൈന്യം സഫായി നിൽക്കുകയാണ്. തങ്ങളുടെ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ അറാഖിന്റെ കഷ്ണം, ഒരു മരത്തിന്റെ കമ്പാണിത്, പല്ല് ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. തങ്ങള് എല്ലാവരെയും സഫായി നിർത്തുമ്പോ ഇസ്തവിയ സവാദ്, സവാദ് ഇബ്നു ഗസിയ റളിയല്ലാഹു അൻഹുവിനോട് മഹാനവറുകൾ കുപ്പായിട്ടിട്ടില്ല, യുദ്ധത്തിന്റെ പോരാളിയാണ്, അപ്പൊ വയറിങ്ങനെ മുന്നോട്ടാണ്, സഫിലേക്കൊന്ന് നേരെ നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ആ മിസ്വാക്ക് കൊണ്ട് ഒരു ചെറിയ ഒരു തള്ളു കൊടുത്തു. സവാദ് റളിയല്ലാഹു അൻഹു അവിടെ സഫിലേക്ക് കയറി നിൽക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങാൻ പോവാൻ. പുണ്യ നബി തങ്ങൾ ബദറിൽ ചെയ്ത നന്മകൾ നമ്മൾ ആലോചിക്കണം. 313 വരുന്ന സ്വഹാബികൾ, 1000-ലേറെ വരുന്ന ശത്രുക്കളോട് അഭിമുഖീകരിക്കേണ്ടി വന്ന വളരെ പ്രയാസകരമായൊരു സാഹചര്യം. തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അവിടുന്ന് ദുആ ചെയ്തിട്ട് നബി തങ്ങളുടെ കുപ്പായ കൈ അങ്ങോട്ട് താഴ്ന്നു വന്നു. അന്നത്തെ കുപ്പായ കൈയൊക്കെ വലിയ നീളമുള്ള കുപ്പായ കൈയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപയോഗിച്ച വസ്ത്രം ഇന്ന് തുർക്കി മ്യൂസിയത്തിലുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വസ്ത്രം. അവിടെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു മ്യൂസിയമാണ്. ലോകത്ത് ഒരിടത്തും കാണാത്ത ഇസ്ലാമിക ലോകത്തെ അത്ഭുതങ്ങളൊക്കെ കിടക്കുന്നത് തുർക്കിയിലെ ഇസ്തംബൂളിലെ ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിലാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി, വമാ തിൽക ബിയമീനിക യാ മൂസ, ആ വടി ഇന്ന് അവിടെ ഉണ്ട്, കാണാൻ പറ്റും. ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കുന്നു. എത്രയോ അത്യാവശ്യം നല്ല ഫീ കൊടുക്കണം, എന്നാൽ ഇതിനുള്ളിലേക്ക് കടക്കാൻ പറ്റൂ. കാരണം ദാവൂദ് നബി അലൈഹിസ്സലാം ഉപയോഗിച്ച വാളുണ്ടവിടെ. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ തലയോട്ടിയുടെയും കയ്യിന്റെയും ഭാഗങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ 4 ഖലീഫമാരുടെ, ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ, മുആദ് ബിൻ ജബൽ എന്നവരുടെ, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ, ഇവരുടെയൊക്കെ വാളുകൾ, അവരുപയോഗിച്ച സാധനങ്ങൾ ഇന്ന് ആ മ്യൂസിയത്തിലുണ്ട്. കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ 2 തലപ്പാവുകൾ, ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ തലപ്പാവ്, പുണ്യനബി തങ്ങളുടെ ചെരുപ്പ്, അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിലെ, അവിടുത്തെ ശിരസിലെയും താടിയിലെയും രോമങ്ങള്, ഷഅർ മുബാറക് അവിടെ ഉണ്ട്, അവിടുത്തെ നഅലുണ്ട്, നബി തങ്ങളുടെ ചെരുപ്പുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു മ്യൂസിയം ഉണ്ട്. അത് ലോകത്ത് അവിടെയുള്ളൂ, വേറെ എവിടത്തും. കാരണം സൗദി അറേബ്യ അടക്കം അറബ് ലോകം 800 കൊല്ലം ഭരിച്ചവരാണ് ഉസ്മാനികൾ. അതുകൊണ്ട് അവരുടെ കയ്യിൽ ആധാറുകളുണ്ട്. ആ ആധാറുകൾ സൂക്ഷിച്ചതിന്റെ പേരിലാണ് അവർക്ക് ഇത്ര വലിയ വിജയമുണ്ടായത് എന്ന് ചരിത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട്. ഏതായിരുന്നാലും ആ കുപ്പായൊക്കെ കാണുമ്പോഴേ വലിയ വീതിയുള്ള കൈയാണ്, നല്ല വീതിയുള്ള കൈയാണ്, അത്യാവശ്യം വീതിയുള്ള കുപ്പായങ്ങളാണത്. നബി തങ്ങൾ ധരിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് കൈയുയർത്തിയാൽ ആ കുപ്പായം നേരെ അങ്ങ് താഴേക്ക് ഇറങ്ങും. അങ്ങനെ നബി തങ്ങളുടെ ആംപിറ്റിന്റെ വെളുപ്പ് നിറം പോലും, കക്ഷത്തിന്റെ വെളുപ്പ് നിറം പോലും ഞങ്ങൾ കണ്ടു. അങ്ങനെ നബി തങ്ങൾ കൈയുയർത്തി ദുആ ചെയ്തു എന്ന് കാണാൻ കഴിയും ഹദീസുകളിൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ അങ്ങ് നിർത്തിക്കോളൂ, അങ്ങ് ഇത്ര കൂടുതൽ ദുആ ചെയ്യരുത് നബിയെ, മതി, അങ്ങ് കരയരുത്, അങ്ങയുടെ കരച്ചിൽ നിർത്തണം നബിയെ, അള്ളാഹു അങ്ങയെ സഹായിക്കും, അള്ളാഹു അങ്ങയെ കൈവിടിയില്ല, അങ്ങ് നിർത്തൂ നബിയെ, അങ്ങ് ഇങ്ങനെ കരഞ്ഞു പോയാൽ അങ്ങേക്ക് ജീവൻ പോലും നഷ്ടമാകുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നുവെന്ന്
മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമാർ, ബദറിന്റെ മുമ്പിൽ വെച്ച് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തങ്ങൾ ചെയ്ത രണ്ടാമത്തെ പണി എന്താണെന്നറിയോ? സ്വഹാബികളെ, നമ്മുടെ മുമ്പിലുള്ളത് രണ്ടാലൊന്നാണ്, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം. അതുകൊണ്ട് നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും അനീതി, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുകയോ നിങ്ങളോട് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരുപാധികം എനിക്ക് മാപ്പ് നൽകണം. പുണ്യനബി തങ്ങൾ പൊരുത്തം ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഉംറക്ക് പോകുമ്പോൾ വാട്സപ്പിലാണ് ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടിട്ടാ ഞാൻ ഉംറക്ക് പോവുക നാളെ, അല്ലെ ഹജ്ജിന് പോവുക. മുമ്പൊക്കെ വിളിച്ചു ചോദിച്ചു, അതൊക്കെ ചെന്ന് പറഞ്ഞിരുന്നു. ആരോടെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ, ഞാൻ ഹജ്ജിന് പോവാൻ. വീട്ടിൽ കയറിയിട്ട് പൊരുത്തപ്പിടിച്ച് നന്നായി കെട്ടിപ്പിടിച്ച് കരഞ്ഞ്